2 ദിവസങ്ങളിലായി തുടർച്ചയായി ഭൂചലനം ഉണ്ടാകുന്നതിൽ ആശങ്കയിലാണ് ദേശമംഗലം തലശ്ശേരി നിവാസികൾ. ദേശമംഗലം തലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂചലന നിരീക്ഷണ കേന്ദ്രം പ്രവർത്തനക്ഷമമല്ലാതായിട്ട് 19 വർഷം പിന്നിട്ടിട്ടും അധികൃതർ മൗനത്തിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ശനിയാഴ്ച രാവിലെ 8:13 ഞായറാഴ്ച പുലർച്ചെ 3:56 ഈ പ്രദേശത്ത് ഭൂചലനമുണ്ടായത്. ഇതിനെ തുടർന്ന് വീടുകളിലുള്ള പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടതായും ദേശമംഗലം IT കോളേജിന് സമീപം താമസിക്കുന്ന ജാഫർ പറഞ്ഞു. പ്രദേശത്ത് കരിങ്കൽ കോറികൾ പ്രവർത്തിക്കുന്നതിനാലാവാം ഇങ്ങനെ സംഭവിക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. വർഷങ്ങളായി ദേശമംഗലം തലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂചലന നിരീക്ഷണ കേന്ദ്രം നോക്കുകുത്തിയായിട്ട് 19 വർഷത്തോളമായി. ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല. ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങളിലുള്ള ആശങ്ക മാറിക്കിട്ടുമായിരുന്നുവെന്ന് ജാഫർ പറയുന്നു. നിരന്തരമായ ഭൂചലനങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് 1998 തലശ്ശേരിയിൽ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. തൃശൂർ നിർമ്മിതി കേന്ദ്ര 5 ലക്ഷം രൂപ ചിലവിട്ടാണ് കെട്ടിടം പണിതത്. തുടർന്ന് സിസ്മോഗ്രാഫ് സ്ഥാപിക്കുകയും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ വാഹനങ്ങൾ പോകുന്ന ചലനങ്ങൾ പോലും സിസ്മോഗ്രാഫിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ഭൗമശാസ്ത്രജ്ഞരായ CP രാജേന്ദ്രനും കുശല രാജേന്ദ്രനും സ്ഥലം സന്ദർശിച്ച് ഉപകരണങ്ങൾ പീച്ചിയിലേക്ക് മാറ്റുകയായിരുന്നു. 2000-ലായിരുന്നു അത് നടന്നത്. പിന്നീട് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി ഈ കെട്ടിടം മാറി. ഭൂചലന നിരീക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അതൊന്നും ആക്റ്റീവല്ല. ഇങ്ങനെ ഈ ഭൂമി കുലുങ്ങുന്നൊരു സന്ദർഭത്തിൽ അതൊക്കെ ആക്റ്റീവായിട്ട് അതിൻ്റെ വിവരണം തരണം ശരിക്കും. ഈ കെട്ടിടം നശിച്ചു പോവാതെ പോലീസ് ഔട്ട് പോസ്റ്റോ വില്ലേജ് ഓഫീസോ ആയി മാറ്റാൻ പലതവണ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഭൂചലന നിരീക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിടമാണിപ്പോൾ. ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു നാട്ടിലെ വല്ല വില്ലേജ് ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇത് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് പല നിവേദനങ്ങളും കൊടുത്തിട്ട് ഇതേവരെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് അപ്പോൾ അന്ന് ഒരു നേരിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഹരിതകർമ്മസേനയുടെ വേസ്റ്റാ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ കൊടുത്തിട്ടിട്ട് ഇതിലാകെ ഇപ്പം അടുത്ത വീട്ടുകാരൻ പറയുന്നത്, അടുത്ത വീട്ടുകാരനല്ല, എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അടുത്ത വീട്ടുകാരൻ പറയുന്നത് നായക്കളെ കൊണ്ടും പന്നികളെ കൊണ്ടും ഭയങ്കര ശല്യമാണ്. അത് കണ്ടാൽ നോക്കിയാൽ പിന്നെ അറിയാം. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി.